വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം. വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയം ആയിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ അഭയം കണ്ടെത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനും നിങ്ങളും? നമ്മുടെ ആത്മീയ മനുഷ്യനെ വളർത്തുവാനുള്ള ദൈവികമായ വചനത്തിൻ്റെ കീഴിലുള്ള ചിന്തയിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മൾ ആരുടെ കീഴിലാണ് അഭയം പ്രാപിക്കുന്നത്? ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ 2 കാലുകളും ഉറപ്പിച്ച് ജീവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ അഭയം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ നാം ഓരോരുത്തരും എന്ന് ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈശോയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു ആത്മീയ പൈതലായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് മാറാം. ഒരു ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ ഞാൻ അഭയം കണ്ടെത്തുന്നു. അങ്ങ് എനിക്ക് കൂട്ടായിരിക്കണമേ. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ചിറകുകളുടെ കീഴിൽ നമ്മൾ അഭയം കണ്ടെത്തുമ്പോൾ ഈശോയുടെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അഭയം ഈശോയായിരിക്കണം. ഈശോ നമ്മുടെ കവചവും പരിചയമായിട്ട് നിലകൊള്ളും.
ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാ